അങ്ങനെ വഞ്ചിക്കപ്പെട്ടു എന്ന് അതിജീവിതയ്ക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് നമുക്ക് നന്നായിട്ടറിയാം. കാരണം ഒപ്പം നിന്ന ഒരു നഴ്സിനെ അങ്ങനെ ഒറ്റപ്പെടുത്തുകയും തോൽപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം പോവുകയും ചെയ്ത ഒരു സർക്കാരാണ്, ആരോഗ്യ വകുപ്പായിരുന്നു ഇത് എന്ന് തെളിഞ്ഞു. ഒടുവിൽ ജനരോഷം അണപൊട്ടി. മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ മുന്നോട്ട് പോയി നീതിക്കായി ഒപ്പം നിന്നു. അങ്ങനെ ഒടുവിലാണ് ഇന്ന് അനിതയെ IC പീഡന കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി നിന്ന ആ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകിക്കൊണ്ട് ഇന്നലെ രാത്രിയാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും അനിത പറയുന്നു. നീതി കിട്ടും വരെ പോരാടുമെന്നും അനിത പറയുന്നുണ്ട്. ആ വാക്കുകൾ കൂടി കേൾക്കാം. സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു വനിതയായിരുന്നിട്ട് കൂടി ഇത്തരം സാഹചര്യങ്ങളിൽ കൈപിടിച്ച് നെഞ്ചോട് ചേർത്ത് നിൽക്കേണ്ട, ഒരു ഹൃദയം കാണിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നിട്ട് കൂടി ആ ആരോഗ്യമന്ത്രി വഞ്ചിച്ചു എന്നൊരു അതിജീവിതയ്ക്ക് വന്ന മാധ്യമങ്ങളിലൂടെ പറയേണ്ടി വരുന്നെങ്കിൽ അതൊരു വല്ലാത്തൊരു ഗതികേടാണ്. അത് ചിന്തിക്കുന്നവരും കാണുന്നവരും ഒക്കെ ഒന്ന് ഉള്ളിൽ കരുതുക. അപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സർക്കാർ എന്നും അതിജീവിതയ്ക്ക് ഒപ്പമായെന്നായിരുന്നു അന്ന് മന്ത്രി മുമ്പ് പലപ്പോഴും പറഞ്ഞിരുന്നത്. അത്തരത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രി നടത്തിയ ഒരു പ്രതികരണം കൂടി കേട്ട ശേഷം അതിഥികളിലേക്ക് പോകാം. പീഡിപ്പിക്കപ്പെട്ട പരാതിയുള്ള അതിജീവിതയായിട്ടുള്ള വ്യക്തിക്കൊപ്പമാണ് സർക്കാർ ഉള്ളത്. പൂർണ്ണമായിട്ടും അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിജീവിതയുടെ പറയുന്നതാണ് ഗവൺമെന്റ്, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ചർച്ചയിൽ നമ്മോടൊപ്പം നൗഷാദ് തെക്കയിൽ അതിജീവിതയ്ക്കൊപ്പം തുടക്കം മുതൽ നിന്ന് പോരാടുന്ന വ്യക്തിയാണ്, മനുഷ്യാവകാശ പ്രവർത്തകനാണ്, കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ഒപ്പം M ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ കൂടി തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നൗഷാദ് തെക്കയിൽ, ഒരു അതിജീവിതയെ സംബന്ധിച്ചോളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേട്ടയാടൽ എത്രത്തോളം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അത് അനുഭവിക്കുന്നവർക്ക് അറിയാം. അതിനപ്പുറത്തേക്ക് നമുക്കും ഒരു മനുഷ്യത്വമുള്ളത് കൊണ്ട് അതൊക്കെ അറിയാവുന്നതുമാണ്. ഒരു ആരോഗ്യമന്ത്രി, ഒരു വനിത കൂടിയ ആരോഗ്യമന്ത്രി വഞ്ചിച്ചു എന്ന് അതിജീവിതയ്ക്ക് വന്ന് മാധ്യമങ്ങളോട് പറയേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടാണ്? അത് തീർച്ചയായിട്ടും അവരുടെ അനുഭവം കൊണ്ടാണ് അവരത് പറയുന്നത്. കാരണം ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രിൻസിപ്പൽ തൊട്ട് DME തൊട്ട് ആരോഗ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ പോലീസിലും DGP അടക്കമുള്ള ആളുകളെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒക്കെ പോയിട്ട് അതിജീവിത നിരന്തരം പരാതി, അവർക്കുണ്ടായ വിഷമങ്ങളെക്കുറിച്ച്, ഈ വിഷയം ഉണ്ടായതിനു ശേഷം, ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം അവരോട് കാണിക്കുന്ന അനീതിക്കെതിരെ നിരന്തരമായിട്ട് പരാതി കൊടുക്കുകയും ആ പരാതി ഇവരാരും ചെവിക്കൊള്ളാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സഹോദരിയുടെ ഒരു പ്രയാസമുണ്ടല്ലോ. നമ്മളാരും ആർക്കെതിരെയും ആവശ്യമില്ലാതെ ഒരു പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്നതല്ല. തീർച്ചയായിട്ടും ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിയമപരമായ രീതിയിൽ നമ്മൾ എവിടെയാണോ പരാതി കൊടുക്കേണ്ടത് ആ അതോറിറ്റികളിൽ പരാതി സമർപ്പിക്കുകയും അവർക്ക് എന്നിട്ടും നീതി ലഭിക്കാതെ വരുന്ന സമയത്താണ് ഇത്തരങ്ങളിലുള്ള വിഷയങ്ങളും ഇത്തരങ്ങളിലുള്ള ആക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള സമരങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ അനിത സിസ്റ്റർ എന്താണ് ചെയ്തത്? മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ തന്നെ അറിയാം, മന്ത്രി കാര്യങ്ങൾ പഠിക്കാതെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സ് എന്നൊക്കെ അവർ പറയുന്നത്, അനിത സിസ്റ്റർ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരെ ഈ അതിജീവിത വിവരങ്ങൾ അറിയിച്ചിട്ട് അവർ വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും അതിൽ അവർക്ക് വേണ്ട സുരക്ഷ കൊടുക്കാതിരിക്കുകയും ചെയ്ത RMO തൊട്ടിട്ടുള്ള ആളുകൾ, ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ, HOD അടക്കമുള്ള ആളുകൾക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞല്ലോ, അതിജീവിതയുടെ പരാതിയെ തുടർന്ന് പലപ്പോഴും അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് കഥയൊന്നും അറിയാതെ ചിലരുടെയൊക്കെ തന്നെ
ചിലരൊക്കെ ഫീഡ് ചെയ്ത് കൊടുത്ത രീതിയിൽ ആരോഗ്യമന്ത്രി പ്രവർത്തിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, തിരുവനന്തപുരത്ത് വെച്ച് ഇവിടെ നിന്നും വിളിക്കുമ്പോൾ, നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഒരു കാര്യം ആരോഗ്യമന്ത്രി പറയുന്നു, പക്ഷേ കോഴിക്കോടേക്ക് എത്തുമ്പോൾ മറ്റൊരു രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി ആരുടെയൊക്കെ ടൂളായി മാറി ആ സ്ഥാനം പോലും, കാരണം നമുക്കറിയാം ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം ആ അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുക എന്നതാണ് പരമപ്രധാനമായ ഒരു സ്റ്റേറ്റിൻ്റെ കർത്തവ്യം എന്നുള്ളത്. അപ്പോൾ അത് നിർവഹിക്കാതെ വരുമ്പോൾ ആ സ്ഥാനത്ത് ആരോഗ്യമന്ത്രി ഇരുന്നു കൊണ്ട് വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അങ്ങനെയെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ രണ്ട് സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ അവിടെ സമരം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അവിടെ ഭരണകക്ഷി യൂണിയൻ്റെ ആളുകൾ വന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ അനിത സിസ്റ്റർ എത്രയോ തവണയായി പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾക്ക് ഞാൻ യൂണിഫോമിൽ വരുമ്പോൾ എന്നെ യൂണിയൻ നേതാവ് തടഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുള്ളത് പരാതി കൊടുത്തിട്ട് ആ വിഷയത്തിൽ ഒരന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ പോലീസിലേക്ക് കൈമാറുകയോ ചെയ്യാതെ ആരുടെ പ്രേരണയിലാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് ഫോണിൽ സംസാരിക്കുമ്പോഴും നേരിട്ട് കാണുന്ന സമയത്തും എല്ലാവരും മന്ത്രി അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ അത് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാൽ അത് അവർ വേറെ ആരുടെയോ കൂടെയാണ്, അല്ലെങ്കിൽ അവർ എന്തോ തെറ്റ് ചെയ്ത പോലെ അതിജീവിതയ്ക്ക് തന്നെ വളരെയധികം പ്രയാസത്തോടു കൂടി ഇറങ്ങി നടക്കേണ്ട അല്ലെങ്കിൽ മാനസികമായി പ്രയാസപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഒരു സംവിധാനം. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഒരു സ്റ്റേണായ ഇച്ഛാശക്തിയോടുകൂടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഈ ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അതൊരു വളരെ പരാജയമാണ്. അങ്ങനെയെങ്കിൽ ശ്രീ എം ജയചന്ദ്രൻ, ഒരു സംസ്ഥാനത്ത് ഒരു സ്റ്റേറ്റിലെ ഒരു അതിജീവിത, ഒരു ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ വന്ന് മാധ്യമങ്ങളോട് പറയുകയാണ്, ഒരു വനിത കൂടിയായ ആരോഗ്യമന്ത്രിയിൽ നിന്നും ഒരു കരുണ പോലും ഉണ്ടായിട്ടില്ല, അവർ എന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിലാണിത് പറയുന്നത്. ഒരു സ്വരം അങ്ങനെ ഒരു വളരെ വൈകാരികമായി ഉയരുന്നത്, അതിന് മറുപടി എന്താണ് ശ്രീ ജയചന്ദ്രൻ? എനിക്കൊരു സംശയം ആദ്യമേ ഞാൻ ചോദിക്കട്ടെ. എന്താണ് അതിജീവിതയുടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ള ഒരു ആശയക്കുഴപ്പം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതിജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്, അതോ ഈ അനിതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ എന്നോ സംശയം. രണ്ടും ചേർന്ന് കിടക്കുകയാണ് ശ്രീ ജയചന്ദ്രൻ, രണ്ടും ചേർന്ന് കിടക്കുകയാണ്. അല്ലാതെ ഈ ദ്വിമുഖമില്ലതിന്, രണ്ടും ചേർന്ന് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഒപ്പം നിന്ന സ്ത്രീയാണ് അനിത. അതുകൊണ്ട് പലപ്പോഴായി ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ വിളിക്കുമ്പോഴുണ്ടാകുന്ന അവർക്കുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. പിന്നീട് ഏതറ്റം വരെയാണ് ഈ നീതിക്ക് വേണ്ടി അവർ പോയത്, അതിലും അവർ പറയുകയാണ്. അപ്പോഴൊക്കെ കോർഡിനേറ്റ് ചെയ്തേണ്ടത് ആരായിരുന്നു? ഈ ആരോഗ്യമന്ത്രിയായിരുന്നു. പിന്നീട് ഈ പറയുന്ന ഭീഷണിപ്പെടുത്തിയ NGO യൂണിയൻ നേതാവിനെതിരെ പരാതി നൽകി, അവിടെയും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇതൊക്കെ അതിജീവിതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് അതിജീവിതയുടെ ആ കോട്ട് പരാമർശിച്ചുകൊണ്ട് അനിതാ വിഷയത്തിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത്. അറിയാതെ അങ്ങ് ഒന്നും അറിയാത്ത പോലെ പെരുമാറല്ലേ? അല്ല, ഞാൻ അറിയാത്ത പോലെ പെരുമാറുക, നിഷ്കളങ്കനാകാൻ ശ്രമിക്കുകയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചോദിച്ചത്, പ്രജീഷിനോട് ചോദിച്ചത്. ഇത് അതിജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് ഒരു വർഷം മുമ്പുണ്ടാകാനുള്ള പ്രശ്നം, മാർച്ച് 18 എനിക്ക് ഓർമ്മ, 2023 അന്നത്തെ ആണല്ലോ ആ പ്രശ്നം. അതിനുശേഷം ഇന്ന് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോ ഇന്നത്തെ ചർച്ച വരുമ്പോ, അപ്പോൾ ഇത് ഇപ്പോ സമീപ കാലങ്ങളിലെല്ലാം ഉണ്ടായത് അനിതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതില് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരോഗ്യമന്ത്രി അല്ലേ എന്നാണ് ഇപ്പോ പ്രതീക്ഷ ചോദിച്ചത്. നിശ്ചയമായും അല്ല കേട്ടോ. ആരോഗ്യമന്ത്രിയുടെ പണി കോർഡിനേഷൻ അല്ലല്ലോ. അവർ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയാണ്, ഭരണാധികാരിയാണ്. ഒരു ഉത്തരവാദിത്വമില്ലേ ശ്രീ ജയചന്ദ്രൻ? ആ മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ഇതൊന്നല്ല ഉദാഹരണങ്ങൾ പലതുണ്ട് പറയാൻ, പക്ഷെ അതിലൊരു ഉദാഹരണമാണ്. പിഴവിന്റെയും അനാസ്ഥയുടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ മുമ്പും സാമൂഹ്യക്ഷേമ വകുപ്പും ഒക്കെ ഭരിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത്തരം സന്ദർഭങ്ങളൊക്കെ അതേ സ്ഥാനത്തിരുന്ന ആളുകളും ഒക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടലും അതൊക്കെ ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല. ഒരുപാട് നമ്മൾ സംസാരിക്കേണ്ടി വരും. താങ്കൾക്ക് തുടരാം. അതല്ല, അങ്ങനെയല്ല. ഇത് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച് ഒട്ടനവധി വിവാദങ്ങൾ രൂപപ്പെടുകയും മാധ്യമങ്ങൾ നിരന്തരം ചർച്ചയാക്കുകയും ചെയ്തത് മറന്നിട്ടുള്ളവരല്ലോ നമ്മൾ ആരും, മലയാളികൾ ആരും തന്നെ മറന്നിട്ടുമില്ല. അപ്പൊ അവരുടെ പണി കോർഡിനേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മറുപടി പറഞ്ഞത്. അവരുടെ പണി കോർഡിനേഷൻ അല്ല, അവരുടെ പരിപാടി ഭരണാധികാരി എന്ന നിലയിൽ വകുപ്പ് നന്നായിട്ട് ഭരിക്കലാണ്. അതിനെ അവരെ സഹായിക്കുന്നത് താഴെയുള്ള ഉദ്യോഗസ്ഥ സമൂഹമാണ്.
അത് അതിനാണല്ലോ ഉദ്യോഗസ്ഥ സമൂഹത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെയാണല്ലോ ഭരണം നടക്കുന്നത്, എല്ലാവർക്കും അറിയാതെ, പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോ ആവർത്തിച്ച് ആരോഗ്യമന്ത്രി പറയുന്നു DME-യിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതാണ്, ആ റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയല്ലേ? ഇപ്പൊ നൗഷാദ് ഈ ചർച്ചയിൽ പറയുന്നു നമ്മുടെ RMO കൊടുത്ത റിപ്പോർട്ടുകള്, പിന്നെ ഇത് DMO-യുടേത്, പിന്നെ സൂപ്രണ്ടിൻ്റെത്, ഇതൊക്കെ തെറ്റിദ്ധാരണാജനകമാണ് അല്ലെങ്കിൽ അവാസ്തവമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അദ്ദേഹത്തിന് കൂടുതൽ വിശദീകരിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും അവർ കൊടുക്കുന്ന ഉദ്യോഗസ്ഥ മേഖലയിലെ ആ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന റിപ്പോർട്ടുകളെ ആശ്രയിച്ചാണ് ഭരണാധികാരി ഒരു നിലപാട് സ്വീകരിക്കുന്നതും മുമ്പോട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നതും. ഇപ്പൊ റിവ്യൂ പെറ്റീഷൻ പോലും കൊടുക്കുന്ന ആര്? മന്ത്രി വീണ ജോർജ് അല്ലല്ലോ, DME അല്ലേ റിവ്യൂ പെറ്റീഷൻ കൊടുത്തത്. ആ റിവ്യൂ പെറ്റീഷൻ കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും മന്ത്രി വീണ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എത്തരത്തിലാണോ അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയും ഒപ്പം തന്നെ പാർട്ടി സംഘടനാ സംവിധാനം വഴി അവര് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടുകൂടെയാണ് ഇപ്പോ പെട്ടെന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ ഒരു നിലപാട് പെട്ടെന്ന് ഇന്നലെ അത് തിരുത്തുന്നതും ഇത്തരത്തിൽ അവിടെ തന്നെ നിയമനം കൊടുക്കാമെന്നും കോടതിയുടെ അന്തിമ വിധിക്കനുസരിച്ചായിരിക്കും അതിനെ തുടർ നടപടികൾ എന്നടക്കമുള്ള ഉത്തരവാണ് അനിതയ്ക്ക് കൈമാറുകയും അനിത ജോയിൻ ചെയ്യുകയും ചെയ്തത്. അതാണ് നിലവിലുള്ള വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ അദ്ദേഹം പറയട്ടെ, ഈ ചർച്ചയിലുള്ള നൗഷാദ് തന്നെ പറയട്ടെ, എന്താണ് അവിടെയുള്ള ഈ പറഞ്ഞ DMO-യുടെ സൂപ്രണ്ടിന്റെ അടക്കമുള്ള പിന്നെ ഈ വിരുദ്ധ പ്രവർത്തികൾ അദ്ദേഹം സൂചിപ്പിച്ച എന്താണെന്നുള്ളത്. അതുകൊണ്ട് ചർച്ചയ്ക്ക് അധിക സമയമില്ല എന്ന പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. ശ്രീ നൗഷാദ്, വളരെ ചുരുക്കി നിങ്ങളുടെ മുന്നിലുള്ള മറ്റാശങ്കകൾ, അനിതയ്ക്ക് മുന്നിലുള്ള മറ്റാശങ്കകൾ അനിത ഇന്ന് പറയുകയും ചെയ്തു. ഇനിയും താൻ വേട്ടയാടപ്പെടുകയോ പെടുമോ എന്ന്, വേട്ടയാടപ്പെടേണ്ടി വരുമോ എന്ന്, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആശങ്ക? ചുരുക്കി. ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കോർഡിനേഷൻ്റെ ഉത്തരവാദിത്തമല്ലാന്ന്. നമ്മുടെ മന്ത്രി വനിതാ ശിശു ക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വനിത അതിൽ പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ പറഞ്ഞതിലേക്ക് വരാം. നമ്മുടെ DME-യുടെ നിർദ്ദേശപ്രകാരം പിന്നെ ഒരു കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് അന്വേഷിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലാണ് പിന്നെ RMO-യും മുൻ പ്രിൻസിപ്പാളും ഡെപ്യൂട്ടി സൂപ്രണ്ടും അടക്കമുള്ള കുറച്ച് പേർ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്ന് അതിൽ രേഖപ്പെടുത്തുകയും അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ആ നടപടി ആരെടുത്തു എന്നാണ് അതിജീവി ചോദിക്കുന്നത്. ആർക്കെതിരെ നടപടിയെടുത്തു? അതുമാത്രമല്ല, ഈ റിപ്പോർട്ട് മാക്സിമം വിവരാവകാശ നിയമപ്രകാരം പോലും നമുക്ക് തരാതെ അതിജീവിതയുടെ സ്വന്തം കേസിൻ്റെ കാര്യങ്ങൾ അതിജീവിതക്ക് കൊടുക്കാതെ എത്ര ദിവസം അത് പൂഴ്ത്തി വെച്ചു എന്നുള്ളത് കൂടി ഇതിലൊരു വസ്തുതയാണ്. ആ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി 1 മണിക്കൂർ DME-യുടെ ഓഫീസിൽ പോയി ഇരിക്കേണ്ടി വന്നു. അന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് കൊടുക്കണമെന്ന് പറഞ്ഞു, DME അത് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശിക്ക് മുന്നിലാണ് ഇത്തരത്തിൽ നീതി തല്ലിക്കെടുത്തപ്പെട്ടത്. ഒടുവിൽ അങ്ങനെ ഉത്തരം മുട്ടിയപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പോഴും കോടതിയിൽ ഒളിച്ചുകളി വീണ്ടും നടത്തുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ജയചന്ദ്രനും ഒപ്പം തന്നെ നൗഷാദിനും.